GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡോക്ടർ ലിസി ജോസ് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായി. തീരുമാനം KM മാണി PJ ജോസഫ് തർക്കത്തിനൊടുവിൽ. ലിസി ജോസ് വനിതാ കമ്മീഷനിലെത്തുന്നത് രണ്ടാം തവണ. ബാങ്ക് സാക്ഷരതയ്ക്കായി ആശ്വാസ് കേന്ദ്രം കോതമംഗലത്ത് തുറന്നു. വായ്പ എടുക്കുന്നതിനും കുടിശ്ശിക തീർക്കുന്നതിനും അടക്കം സൗജന്യ ഉപദേശങ്ങളും ഇടപെടലുകളും ആശ്വാസ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. വാർത്തകൾ വിശദമായി. കോതമംഗലത്ത് നിന്നുള്ള ഡോക്ടർ ലിസി ജോസ് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റു. കേരള കോൺഗ്രസ് M നോമിനിയായാണ് ഡോക്ടർ ലിസി വനിതാ കമ്മീഷനിലെത്തിയത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ അവർ രണ്ടാം തവണയാണ് വനിതാ കമ്മീഷനിൽ അംഗമാകുന്നത്. വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങളിലും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലും കഴിവ് തെളിയിച്ചയാളാണ് ഡോക്ടർ ലിസി ജോസ്. ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷൻ അംഗത്തിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് M-ലുണ്ടായ അഭിപ്രായ ഭിന്നതയ്ക്ക് വിരാമമിട്ടുകൊണ്ടാണ് ഡോക്ടർ ലിസി ജോസിന് അവസരം നൽകിയത്. മന്ത്രി PJ ജോസഫ് മോനമ്മ കോക്കാടിന്റെ പേരാണ് വനിതാ കമ്മീഷനിലേക്ക് നിർദ്ദേശിച്ചത്. KM മാണി ലിസി ജോസിനെ നിർദ്ദേശിച്ചു. ഇത് രൂക്ഷമായ അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായതിനെ തുടർന്ന് പാർട്ടിക്ക് അനുവദിച്ച വനിതാ കമ്മീഷൻ അംഗത്വം നാളുകളായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. അവസാനം KM മാണി ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് ഡോക്ടർ ലിസി ജോസിന് ചുമതലയേൽക്കാൻ സാഹചര്യമൊരുങ്ങിയത്. റിസർവ് ബാങ്കിന്റെ പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ കേന്ദ്രം കോതമംഗലത്ത് ആരംഭിച്ചു. ഫെഡറൽ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് കോതമംഗലത്ത് ആശ്വാസ് കേന്ദ്രം രൂപീകരിച്ചത്. ബാങ്ക് നടപടികൾ സംബന്ധിച്ച് സഹായം നൽകുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും ലക്ഷ്യമിടുന്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ കൃത്യമായ അറിവില്ലാതെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ ജനങ്ങളെ സഹായിക്കുന്നതിനുള്ളതാണ് ആശ്വാസ് കേന്ദ്രങ്ങൾ. റിസർവ് ബാങ്കിന്റെ പദ്ധതി പ്രകാരം ഓരോ ബ്ലോക്കിലും ഒരു ആശ്വാസ് കേന്ദ്രം ആരംഭിക്കും. കോതമംഗലത്ത് ഫെഡറൽ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ആശ്വാസ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. കോതമംഗലം രൂപത ആസ്ഥാനത്ത് തുറന്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. സാമ്പത്തിക സാക്ഷരതയില്ലാത്തതിനാൽ ജനങ്ങൾ ഏറെ പ്രശ്നങ്ങളിൽ പെടുന്നുണ്ടെന്ന് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു. അതിന് പരിഹാരം കാണാൻ ആശ്വാസ് കേന്ദ്രം ഉപകരിക്കും. ഇവിടെ ഫെഡറൽ ബാങ്ക് ചെയ്യുന്നത് എന്താണ്? ഫെഡറൽ ബാങ്ക് ചെയ്യുന്ന രണ്ടാമത് പറയുന്ന ഡ്യൂട്ടിയാണ്. മാനുഷികമായി തളർന്നുപോയ, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വ്യക്തികളെ കണ്ടെത്തി ആ വ്യക്തികളെ ശക്തിപ്പെടുത്തി ഇതാ ഒരു നേർപടി നിങ്ങൾക്ക് ഞങ്ങൾ കാട്ടിത്തരാം സൗജന്യമായി. അവിടെയാണ് ഈ കൗൺസിലേഴ്സ് ഇതര കാര്യങ്ങൾ ചെയ്യാൻ പോവുക. സൗജന്യമായ സഹായം, സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഒക്കെ ഫെഡറൽ ബാങ്ക് ഈ പദ്ധതിയിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ പോവുകയാണ്. അങ്ങനെ ഒരു പുതിയ ഒരു സമൂഹം ഇവിടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല മനസ്സുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം ഈ സമ്പ്രദായത്തിൽ, ഈ സമൂഹത്തിൽ വരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഫെഡറൽ ബാങ്കിനെ പ്രത്യേകം അഭിനന്ദിച്ച് പറയേണ്ടിയിരിക്കുന്നു. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ, ഫെഡറൽ ബാങ്ക് ജനറൽ മാനേജർ ഉമ്മൻ ബെഞ്ചമിൻ, അഡീഷണൽ ജനറൽ മാനേജർ തമ്പി കുര്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KU ജേക്കബ്, SNDP യൂണിയൻ സെക്രട്ടറി PA സോമൻ എന്നിവർ പ്രസംഗിച്ചു. രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് കോതമംഗലത്ത് ആശ്വാസ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വായ്പ എടുക്കുന്നവർക്ക് ആവശ്യത്തിന് അനുയോജ്യമായ കുറഞ്ഞ പലിശയുള്ള ബാങ്കുകളേതെന്ന് നിർദ്ദേശം നൽകുക, വായ്പാ കുടിശ്ശികക്കാർക്ക് ബാങ്കുമായി ധാരണയിലെത്താൻ മധ്യസ്ഥത വഹിക്കുക തുടങ്ങിയ വിവിധ സേവനങ്ങൾ സൗജന്യമായി ആശ്വാസ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. പരിശീലനം ലഭിച്ച ഒരു കൗൺസിലറുടെ നേതൃത്വത്തിലാണ് ഓരോ കേന്ദ്രവും പ്രവർത്തിക്കുന്നത്. ദേശീയ അധ്യാപക ദിനത്തിൽ പ്രായം ചെന്ന മുൻ അധ്യാപികയ്ക്ക് പിൻതലമുറയുടെ ആദരം. മാരമംഗലം ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയാണ് ഗുരുവന്ദനം സംഘടിപ്പിച്ചത്. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏറ്റവും മുതിർന്ന റിട്ടയർഡ് അധ്യാപികയായ നെടിയടത്ത് മറിയാമ്മ ടീച്ചറിനെയാണ് അവരുടെ വീട്ടിലെത്തി ആദരിച്ചത്. മാരമംഗലം ഗവൺമെന്റ് LP സ്കൂളിലെ മുൻ അധ്യാപികയാണ് മറിയാമ്മ. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ടീച്ചറുടെ വീട്ടിലെത്തി പൊന്നാട അണിയിച്ചു. ദേശീയ അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാരംഗം കലാസാഹിത്യവേദിയാണ് ചടങ്ങ് ഒരുക്കിയത്. തുടർന്ന് സ്കൂളിൽ ചേർന്ന പൊതുസമ്മേളനം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തെമ്പാടും ഉണ്ടാക്കിക്കൊണ്ട്
നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്, നമ്മുടെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന് ഈ ലോകത്തിലെ ഏറ്റവും അനിവാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തിൽ നയിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ വസ്തുക്കൾ നേതൃത്വം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എല്ലാം നമ്മൾ തിരിച്ചറിവുണ്ടാകുന്നത് വിദ്യാഭ്യാസത്തിൽ കൂടിയാണ്. ആ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഈ സ്കൂളിൽ വരുന്നതും ഈ സ്കൂളിൽ അധ്യാപകരുമായി ഒരുമിച്ചിരുന്ന് വിദ്യാഭ്യാസം നടത്തി നമ്മൾ ഈ ലോകത്തെ മുഴുവൻ നയിക്കാൻ കഴിയുന്നത്. ഈ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന അധ്യാപകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതുപോലെ വാർഡ് കൗൺസിലർ ശാലിനി മുരളി അധ്യക്ഷത വഹിച്ചു. സുജാത സോമൻ, വിലാസിനി തങ്കച്ചൻ, എം നിയാസ്, ഹെഡ് മിസ്റ്റേഴ്സ് എൻ ശോഭന എന്നിവർ പ്രസംഗിച്ചു. GTVയും ഡിസൈർ ഫാഷൻസും ചേർന്ന് ഓണക്കാലത്ത് സംഘടിപ്പിച്ച ചോദ്യോത്തര മത്സരത്തിന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിതരണം ഡിസൈർ ഉടമ ബിജു കുമാരൻ നിർവഹിച്ചു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 20 GTV പ്രേക്ഷകർക്കാണ് സമ്മാനം ലഭിച്ചത്. കോതമംഗലം മർച്ചന്റ് അസോസിയേഷനും അജിയുടെ പൂക്കടയും ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KP ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം ടൗണിൽ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് അജിയുടെ പൂക്കടയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കോടി വിതരണം ചെയ്തു. ഞങ്ങളൊക്കെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നഗര ശുചീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ പാവപ്പെട്ട 30ഓളം സ്ത്രീകളുണ്ട്. അവർക്ക് ആവശ്യമായ വേതനം കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഒരു ഉത്തരം. അവർക്ക് ആവശ്യമുള്ള യൂണിഫോം നഗരസഭ നൽകുന്നുണ്ടാകും. പക്ഷെ അവർ ചെയ്യുന്ന പണിക്കുള്ള യഥാർത്ഥമായൊരു പ്രതിഫലം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് EM ജോണി നിർവഹിച്ചു. KI ജേക്കബ്, ഷിബു തെക്കുംപുറം, KV തോമസ്, അഭിലാഷ് ബി മധു, EK അജിത് കുമാർ, ജോഷി അറയ്ക്കൽ, PM പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. മാതിരപ്പള്ളി ഗ്രാമീണ വായനശാലയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ KP ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഭിലാഷ് ബി മധു അധ്യക്ഷത വഹിച്ചു. AG ജോർജ്, സിന്ധു ഗണേശൻ, PG വേണു, MN ബാലഗോപാലൻ, CPS ബാലൻ എന്നിവർ പ്രസംഗിച്ചു. കോതമംഗലം കുരൂർ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ KP ബാബു നിർവഹിച്ചു. പ്രസിഡന്റ് ജേക്കബ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. പ്രമീള സണ്ണി, പ്രൊഫസർ ബേബി M വർഗീസ്, ഏലിയാസ് വർഗീസ്, കുര്യാക്കോസ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. നെല്ലിമറ്റം MBITS എഞ്ചിനീയറിംഗ് കോളേജിൽ M.Tech കോഴ്സിന്റെ ഉദ്ഘാടനം ഡയറക്ടർ PM ജോർജ് നിർവഹിച്ചു. ചടങ്ങിൽ രാജു യോഹന്നാൻ, ഫാദർ KP എബ്രഹാം, ഡോക്ടർ TP ലൂക്കോസ്, പ്രൊഫസർ MV ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ചരമറിയിപ്പ്. ഇളമ്പ്ര നാലുമായ്ക്കൽ NK ശങ്കു നിര്യാതനായി. 78 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡോക്ടർ ലിസി ജോസ് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായി. തീരുമാനം KM മാണി, PJ ജോസഫ് തർക്കത്തിനൊടുവിൽ. ലിസി ജോസ് വനിതാ കമ്മീഷനിലെത്തുന്നത് 2ാം തവണ. ബാങ്ക് സാക്ഷരതയ്ക്കായി ആശ്വാസ് കേന്ദ്രം കോതമംഗലത്ത് തുറന്നു. വായ്പ എടുക്കുന്നതിനും കുടിശ്ശിക തീർക്കുന്നതിനും അടക്കം സൗജന്യ ഉപദേശങ്ങളും ഇടപെടലുകളും ആശ്വാസ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.